നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വെള്ളം കൊണ്ട് നോക്കിയേ. തീ കണ്ടപ്പോ തന്നെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മോളെ. അയ്യോ പെട്ടെന്ന് അണക്കേ, കാറ്റ് വിഷയം എല്ലാം പോവും. ബാലമാമനെ വിളിക്കേ. ചെല്ല്. മാഷേ 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 ഒന്ന് കേടാ, ഒന്ന് ഓടി വന്നേ മാഷേ. ഒന്ന് ഓടി വാ. എന്താ മാഷേ, ഒന്ന് ഓടി വാ. എന്താ ഗോപി? എന്താ ഇവിടെ താഴെ കണ്ടതിനാരോ തീയിട്ടു. അയ്യോ ഈശ്വരാ, തീയിട്ടെന്നോ? ആരാ? മാഷേ ഒന്ന് വേഗം വാ മാഷേ. ചാരു, ചാരുമോള് കാണത്തുണ്ട്. കെട്ടിനോട് തീ കെടുത്താൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഒന്ന് വേഗം വാ. എന്താ 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 പ്രശ്നം? എന്താ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? താഴെ കണ്ടതിനാരോ തീയിട്ടെന്ന്. തീയിട്ടെന്നോ? ആര്? ഓ, എന്നെ എന്തിനാ നോക്കുന്നത്? ഞാനല്ല. വാ വാ. അയ്യോ ഈശ്വര, ഗോപി ഓടി വാടാ. ഗോപി ഓടി വാടാ. ചാരുവോടെ ആരവിടെ? ഗോപി കെടുത്തതേ ആരാ മോളെ ഇത് ചെയ്തത്? എനിക്കറിയില്ല ബാലമാമ. അവര് 3-4 പേരുണ്ടായിരുന്നു. മുഖം മറിച്ചിരുന്നോണ്ട് ആരെയും തിരിച്ചറിയാനും പറ്റിയില്ല. തീയിട്ടവർ മുഖം മറിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് നിർദ്ദേശം കൊടുത്താൽ മുഖം മറയ്ക്കാതെ നിൽക്കുന്നുണ്ടല്ലോ. ഓഹോ, ഇത് എന്നെ തലക്കേറ്റി വെക്കണോ? നീ അല്ലാതെ പിന്നെ ആരാണ് നമ്മുടെ അന്യത്തിന് തീയിടാൻ? എടാ അനിയ, ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എന്റെ നെഞ്ചത്തോട്ട് കയറാണ്ടല്ലോ. ചെയ്യാത്ത കാര്യോ? നീ പിന്നെ എവിടെ പോയിരിക്കായിരുന്നു? പാടത്തിന് തീ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നീ വീട്ടിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് തീയിട്ട ശേഷം ഒന്നും അറിയാത്തവരും വല്ല കയറി വന്നാല് അത് മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങളെ കോവർ കഴുതാളൊന്നുമല്ല. അത് ഞാൻ പുറത്തു പോയത് വേറൊരു കാര്യത്തിനാ. എന്ത് കാര്യത്തിന്? അത് പറയടാ, എന്ത് കാര്യത്തിനാ? എടാ, ഇതിനുമേൽ എന്റെ നെഞ്ചിൽ തീയിടുന്നായിരുന്നു. ഒരു മനുഷ്യ ജന്മം രൂപെടുക്കുന്ന പോലെയാണ് ഓരോ നെന്മണിയും ഉണ്ടാവുന്നത്. നീ ചെയ്തത് കൊലപാതകത്തിന്റെ തുല്യടാ. നീയൊക്കെ ആരെ കെട്ടി എവിടെ പോയി ജീവിച്ചാലും ഗതി പിടിക്കില്ലടാ.
വേണ്ട. ദൈവമേ. വേണ്ട. വേണ്ട മമ്മേ. ഒന്ന് വീടും മോശേ ബാലുമമ്മ വേണ്ട. അരവിന്ദേട്ടനല്ല. ഇവനല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇവൻ ചെയ്യിപ്പിച്ചതാ. അതിനാണല്ലോ ആരോടും പറയാതെ പുറത്തു പോയത്. കൃത്യസമയത്ത് എന്റെ മുന്നിൽ വന്ന് പെടുകയും ചെയ്തു. ഏട്ടൻ പുറത്തു പോയത് അതിനല്ല. പിന്നെ അരവിന്ദേട്ടൻ എന്തോ മെഡിസിൻ വാങ്ങിക്കാൻ പോയതാ. അമൃതേച്ചിയുടെ സ്കൂട്ടർ എന്റെ കയ്യിലായതുകൊണ്ട് ചക്കിമോൾക്ക് പനിയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. അതിന് ഞാനും ഇറങ്ങിയത്. അപ്പൊ ഞാൻ കണ്ടത് അരവിന്ദേട്ടനെ. മരുന്ന് വാങ്ങി അരവിന്ദേട്ടൻ പോയത് വേറെ വഴിക്ക. അമൃതേച്ചിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക ഇവിടെ തീയിടുന്നവരൊക്കെ ഞാൻ കണ്ടത്. ബാല, ആ ഗണപതി ചെട്ടിയാർ ആൾക്കാരാ. ഈ പാടം പാട്ടത്തിന് വേണമെന്ന് പറഞ്ഞ് ബാലിന്റെ പുറകെ നടന്നിരുന്നല്ലോ. അതെ ബാലമ്മ, അവരെ കണ്ടിട്ട് ചെട്ടിയാരുടെ ആൾക്കാരാണെന്ന് എനിക്കും തോന്നിയ. ദേ മനുഷ്യ, നിങ്ങൾ കേട്ടല്ലോ? നിങ്ങളുടെ തോളെ തൂങ്ങി നടക്കുന്ന വേതാളും പെങ്ങടെ മോളും പറഞ്ഞത് കേട്ടല്ലോ? നാട്ടിൽ എന്ത് നടന്നാലും അത് എന്റെ മോൻ ചെയ്തതാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ദേ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പോലെ ദേ ഇവൻ ചെയ്തതാണെന്ന് നിങ്ങൾ പറയുന്നു. അതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. നിന്റെ മോന്റെ കയ്യിരിപ്പുണ്ടല്ലേ എന്തിനും ഏതിനും സംശയിക്കേണ്ടി വരുന്നു. നിങ്ങൾ സംശയിച്ചോ? ആ പാടത്തിന്റെ നടുക്ക് പോയിരുന്ന് അങ്ങ് സംശയിക്കും. നീ വാടാ മോനെ, നടക്കടി. പനിക്കാൻ വെച്ചിട്ടുണ്ട്. നെഞ്ചത്തിന്റെ പൊട്ടിക്കാൻ ഒരു ഗർഭം കളിക്ക്. ഗോവിന്ദ, ചെട്ടിയാരാണ് ഇങ്ങനെ കാണിച്ചതെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കണം. ബാല, അയാൾ വിധിച്ച വിത്തിന്റെ പകുതിയും പോയി നഷ്ടത്തിലാ. ഈ പാട് കിട്ടാത്ത ദേഷ്യ. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. കുറച്ചുപോയി, അത് നമുക്കങ്ങ് ക്ഷമിക്കാം. ബാല വീട്ടിലേക്ക് ചെല്ല്, ഞാൻ വെളുപ്പിനെ അങ്ങ് എത്തിക്കോളാം. ബാല ചെല്ലു മോളെ, മോനെ ചെല്ല്. ഓ